റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നല്ല കപ്പയുടെയും മീൻകറിയുടെയും വീഡിയോസ് കണ്ടിട്ട് കൊതി സഹിക്കാൻ വയ്യാതെ നേരെ ഞങ്ങൾ ഫ്രഷ് പാൽസ് കഞ്ഞിക്കടയിലോട്ട് പോയി കേട്ടോ. അബുദാബിക്കാർക്ക് പിന്നെ ഫ്രഷ് പാൽസ് കഞ്ഞിക്കട പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഇവർക്ക് മുസഫയിലും ബ്രാഞ്ചുണ്ട്, സിറ്റിയിലും ബ്രാഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കാന്താരി കപ്പയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, മോഹക്കൂട്ടെന്ന് പറയും. അപ്പോൾ അത് ഫിഷ് തവയൊക്കെ പോലെ തന്നെ കാഷ്യൂ ഒക്കെ അരച്ച് ചേർത്ത് നല്ല ഒരു അടിപൊളി ഐറ്റം ആയിരുന്നേ. അപ്പം നമുക്കൊരു പിടി അങ്ങോട്ട് പിടിക്കാം. നല്ല കാന്താരി കപ്പയും ആ ഗ്രേവിയും കൂടി ഫസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡെല്ലാം മിനിമം ഗ്യാരണ്ടിയാണേ. അപ്പോൾ ഇവിടെ വേറെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. പല ടൈപ്പ് ചോറൊക്കെ ഉണ്ട് ഇവരുടെ. പത്തായച്ചോറ്, ഉമ്മച്ചിച്ചോറ്, സ്വർഗ്ഗച്ചോറ്. അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഉമ്മച്ചിച്ചോറ്. ഒരു പീസ് മീനും എടുത്ത് അങ്ങ് കൂട്ടിപ്പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഫിഷൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. നിങ്ങൾ അബുദാബിയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഫ്രഷ് പാൽസ് കഞ്ഞിക്കട. എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ ഒന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു പൊറോട്ട പൊതി ഓർഡർ ചെയ്തു കേട്ടോ. നല്ല ബീഫും പൊറോട്ടയും. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കൂടുതലും ഫിഷും കപ്പയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അബുദാബിയിലുള്ള ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഫിഷൊക്കെ ഓൾമോസ്റ്റ് തീരാറായി, പക്ഷേ ഗ്രേവി കുറേ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം ഓർഡർ ചെയ്തു. അപ്പോൾ ആ ഗ്രേവിയും കൂടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെ അപ്പം ഓർഡർ ചെയ്തു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അബുദാബിയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കം ടു ഫ്രഷ് പാൽസ് കഞ്ഞിക്കട. ബൈ.